ഇന്നലെ എന്നോടൊരു കുട്ടി ചോദിച്ച ഡൗട്ടാണ്. അവർ കല്യാണം കഴിഞ്ഞൊരു 3-4 മാസം ആവുന്നു. അപ്പോൾ കൺസീവ് ആകാൻ എന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകൾ മുൻകൂറായിട്ട് ചെയ്യണോ എന്നുള്ളത്. ഇപ്പോൾ വന്ധ്യതാ കേസുകളൊക്കെ ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു 2-3 മാസം കഴിഞ്ഞാൽ തന്നെ ബേബി ആയില്ലെങ്കിൽ ഒരു ടെൻഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഇയർ വരെ ഒന്നിച്ച് താമസിച്ചിട്ടും കൺസീവ് ആയില്ലെങ്കിലാണ് അതൊരു ഇൻഫെർട്ടിലിറ്റി ലെവൽ കേസായിട്ട് മാറുക. അല്ല, ഇപ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർഡ് ആവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിൽ 3 ടെസ്റ്റുകൾ മസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ HB ലെവലാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവാണെങ്കിൽ അത് വിളർച്ച ഉണ്ടാക്കിയിട്ട് ഇപ്പം മെൻസസിൽ തന്നെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും. അത് എഗ്ഗിൻ്റെ ക്വാളിറ്റിക്കും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് HB ലെവൽ നോർമൽ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇൻ കേസ് കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഒന്ന് കഴിച്ച് അതൊന്ന് നോർമലാക്കി വെക്കണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡാണ്. ഫോളിക് ആസിഡ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിയുന്ന അന്ന് തൊട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കൺസീവ് ആകുന്നതിന് ഒരു 3 മാസം മുന്നേ തൊട്ട് ഫോളിക് ആസിഡ് കറക്റ്റായിട്ട് കഴിച്ച് വരുവാണെങ്കിൽ അത് ഭയങ്കര നല്ലതാണ്. ഈ ഫോളിക് ആസിഡ് എപ്പോൾ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. എന്നിരുന്നാൽ പോലും രാവിലെ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാരണം രാത്രി ആകുമ്പോഴത്തേക്കും ഈ ഫോളിക് ആസിഡ് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ആക്റ്റീവ് ആവും. അപ്പോൾ രാത്രി ചിലർക്കെങ്കിലും ഉറക്കം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് വൈറ്റമിൻ ഡി ആണ് കേട്ടോ. ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ തലമുടി തൊട്ട് കാല് വരെയുള്ള എല്ലാ എന്താ പറയുക, വൈറ്റമിൻ ഡിയുടെ റോള് ഭയങ്കരമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം എടുത്ത് കറക്റ്റായിട്ട് പോയി 3 സിമ്പിൾ കാര്യങ്ങളൊന്ന് പ്രഗ്നൻസിക്ക് മുന്നേ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും വിശേഷങ്ങളും അറിയാൻ വേണ്ടി ഒന്ന് ഫോളോ ചെയ്തേക്കും. താങ്ക് യു സോ മച്ച്.